സാർ, ഈ ദിലീപിൻ്റെ കേസിൽ ഒന്നാം പ്രതി, രണ്ടാം പ്രതി മാർട്ടിൻ, ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മളത് കണ്ടു, ആ മാർട്ടിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ആ മാർട്ടിൻ പറയുന്ന കുറേയധികം കാര്യങ്ങൾ വളരെ സംശയം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ അത് സംബന്ധിച്ച ഒരു സംസാരം നമ്മൾ ഇരുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു, ടെലികാസ്റ്റ് നമ്മളത് അപ്പ് ചെയ്തില്ല. സാർ, മാർട്ടിൻ പറയുന്ന കാര്യങ്ങളിൽ കുറേയധികം സത്യമില്ലേ? ഇതൊരു വൻ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നതായിട്ട് കാണുന്നില്ലേ? ഇതിൻ്റെ തുടക്കത്തിൽ മാർട്ടിൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് മാത്രമല്ല, ഈ കേസിൽ ഫസ്റ്റ് പിന്നെ ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്ത സമയത്ത് കോടതി വരാന്തിയിൽ വെച്ച് ഈ ചെറുപ്പക്കാരൻ വിളിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നടൻ ലാൽ ഈ സംഭവം നടന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ തന്നെ ഒരു വലിയ കള്ളത്തരം പല സംസാരത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. സാർ, ഇതിനകത്ത് നിരവധി പ്രശ്നങ്ങൾ, ഒരു ഗൂഢ പദ്ധതി ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ഈ മാർട്ടിൻ്റെ സംഭാഷണം തുടക്ക സമയത്തും ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? അതായത് ഇന്നലെയാണ് ഞാൻ ആ മാർട്ടിൻ്റെ വീഡിയോ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ നേരത്തെ വന്നിരുന്നു, ഞാൻ അതേപോലെ പലരും എനിക്ക് അയച്ചു തന്നിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ വാർത്ത ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നലെ വീഡിയോ കാണുകയും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുകയും അത് തന്നെ തുടർന്ന് നമ്മൾ ആ വീഡിയോ അടക്കം പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് അതിജീവിതയുടെ പേര് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഈ ഇങ്ങനെ കേസുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ അത് മാറ്റി നിർത്തി. വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പഠിച്ചിട്ട് എന്താണ് വസ്തുത, ഇങ്ങനെ മാർട്ടിൻ ഇങ്ങനെ ഒരു വീഡിയോ കൊടുത്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് നമ്മൾ തൽക്കാലം മാറ്റി വെച്ചത്. പക്ഷേ ഞാൻ ആ കേട്ട വീഡിയോ പ്രകാരം പറയുകയാണെങ്കിൽ മുമ്പ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് പുന്നയൂർക്കുളത്ത് ഒരു RSSകാരനെ വെട്ടിക്കൊന്നിരുന്നു. അല്ല, CPM ആളുകളായിരുന്നു പ്രതികളായിട്ട് ചേർത്തിയതും ജയിൽ കിടക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മറ്റൊരു കേസിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ വെറുതെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് യഥാർത്ഥത്തിൽ കൊലയാളികളായ ആകാത്തവർ ഇതേപോലെ തന്നെയാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അഞ്ജു വിജയപ്രദീപ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ SC/ST അട്രോസിറ്റി നിയമപ്രകാരം അവർക്കെതിരെ മോശമായി സംസാരിച്ചു എന്ന് പറയുന്ന കേസ് 34 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. ഈ ജഡ്ജ് ഹണി വർഗീസ് തന്നെയാണ് എനിക്ക് ജയിലിൽ 34 ദിവസം കിടക്കാൻ കാരണമായി തീർന്നത്. കാരണം അതിൽ കൃത്യമായി ആ പെൺകുട്ടി തന്നെ എൻ്റെ ഓഫീസിലെ മറ്റൊരു അവതാരികയുമായി സംസാരിച്ച് അതിൽ വർക്ക് റിപ്പോർട്ട് പറയാൻ പറഞ്ഞത് കാരണമുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്, അല്ലാതെ വേറെ ഒരു കാരണവുമില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവർ തന്നെ ജഡ്ജ്മെൻറ്റിൽ എന്നെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട് ഇത് സെക്ഷൽ റിമാർക്സ് ഒന്നും ഉണ്ടായിട്ടില്ല, വർക്ക് റിപ്പോർട്ടിൽ പറയാൻ പറഞ്ഞതാണ്, ഓഫീസ് സംബന്ധമായ പ്രശ്നമാണ്, അത് അല്ലാതെ SC/ST അട്രോസിറ്റി നിയമങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ജാമ്യം നിഷേധിച്ചു. പക്ഷേ ഹൈക്കോടതി എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ കേസിൽ ചില ആളുകളുടെ മൊഴി എടുത്തിട്ട് ഈ ഓഡിയോ പോലും നോക്കാതെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ ഞാൻ പറയുന്നത് ഫേബ്രിക്കേറ്റായ ഒരു കേസ് ഉണ്ടാക്കാൻ പോലീസ് വിചാരിച്ച കഴിയും. ഇവിടെ ആസൂത്രിതമായ ഒരു സംഭവമാണ് നടന്നതെന്ന് മാർട്ടിൻ പറയുന്നു. മാർട്ടിനെ ഞാൻ വിലയിരുത്തുമ്പോഴും ഈ വിധി വന്നപ്പോൾ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. വേറെ ആരും തന്നെ അവിടെ പ്രതികളായ പൾസർ സുനിയോ മറ്റുള്ളവർക്കൊന്നും തന്നെ വേറെ ഭാവപ്പകർച്ചയൊന്നും ഉണ്ടായില്ല. ഈ മാർട്ടിൻ മാത്രമാണ് പൊട്ടിക്കരഞ്ഞത്. അപ്പോൾ ആ മാർട്ടിൻ പൊട്ടിക്കരയാൻ കാരണം എന്താണ്? മറ്റുള്ളവരാരും ഉണ്ടായിരുന്നത് എന്താണ്? അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഈ മാർട്ടിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കലർപ്പില്ലാത്ത സംഭാഷണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്ലോക്ക് ഇല്ലാതെ അനുഭവസ്ഥനായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ തുടർന്ന് ഓരോന്നും കൃത്യമായി എവിടെയും ഒരു വിട്ടുപോകാതെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റൊരാൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചേഞ്ച് വരും. ഇദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുന്നത്. നടന്ന സംഭവങ്ങൾ, നേരിട്ട് അനുഭവിച്ച സംഭവങ്ങളാണ് പറയുന്നത് കൃത്യമായി. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഈ അതിജീവിതയും ലാലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതേപോലെ മഞ്ജു വാര്യർ അടക്കമുള്ള അല്ലെങ്കിൽ ശ്രീകുമാര മേനോൻ അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. തൽക്കാലം ഇന്നലെ ഈ അതിജീവിത നേരത്തെ പത്രസമ്മേളനത്തിലും അതേപോലെ അവരെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞോട്ടെ,
എൻ്റെ പേര് ഞാൻ പരസ്യമാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വന്നത്. പക്ഷേ ഇന്നലെ ആ അതിജീവിതയുടെ പേര് മാത്രം അതിൻ്റെ അകത്ത് ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ആ വീഡിയോ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ സഹോദരൻ പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് ആ അതിജീവിത കൊണ്ട് അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടെ അതേപോലെ എന്നെപ്പറ്റി ഇങ്ങനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗൂഢാലോചനയാണ്. കാരണം ഈ ഇതുവരെ ഉണ്ടായ സംഭവത്തിൽ മാർട്ടിൻ്റെ വീഡിയോ വളരെ കൃത്യമായി ഭയങ്കരമായി കത്തിപ്പടർന്നു, ഭയങ്കര വൈറലായി. അതിലെ വസ്തുതകൾ ശരിയാണെന്നുള്ള കാര്യം പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നമായി തീരും ലാലിനും മകനും അതേപോലെ ഈ പറയുന്ന അതിജീവിതയ്ക്കും എല്ലാം തന്നെ, മഞ്ജു വാര്യർക്കും എല്ലാവർക്കും തന്നെ ഈ പ്രശ്നം വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടല്ലേ. ഇതിൽ ഒരു സംശയം, ലാലിൻ്റെ വണ്ടിയിലാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ലാലിൻ്റെ മകനെ ലാലിന് ഇന്ന് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അതായത് ആ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ, വസ്തുതാപരമായി പറയുന്ന കാര്യങ്ങൾ, ലാലാണ് ഈ വണ്ടി പറഞ്ഞയക്കുന്നത്, അതിജീവിതയെ കൂട്ടാൻ വേണ്ടി തൃശ്ശൂരിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ വിടുന്നത്. അവിടെ പോയിട്ട് ഈ പറയുന്ന ലാൽ പറഞ്ഞ പ്രകാരം ഈ മാർട്ടിന് ഫോൺ കൊടുക്കുകയാണ്. ആ ഫോൺ വീട്ടിലെത്തിയപ്പോൾ തന്നെ മേടിച്ച് അകത്ത് പോയി അവർ പോയി സംസാരിക്കുന്നു. പിന്നെ തുറന്നിട്ട് ആ അതിജീവിതയുടെ കൈവശമാണ് ഈ ഫോൺ എന്ന് പറയുന്നത് ഫുൾ ടൈം. അതാണ് മാർട്ടിന് ഏറ്റവും വിനയായത്. കാരണം ലാൽ പറയുമ്പോൾ ലാലിൻ്റെ ഡ്രൈവറായ ഒരാൾ ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു നടിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, സ്വാഭാവികമാണ്. അവിടുന്ന് 2 ബോക്സ് വണ്ടിയിൽ വെക്കാൻ പറയുന്നത് പണ ബോക്സാണെന്ന് പറയുന്നു, മറ്റൊരു വേറെ ബോക്സും. എന്നിട്ട് അതിജീവിത വണ്ടി കയറുന്നു. വണ്ടി കയറിയിട്ട് അവർ പറയുന്നത് നെടുമ്പാശ്ശേരി അത്താണി വെച്ചിട്ട് നെടുമ്പാശ്ശേരി ട്രെയിനിങ്ങിലുള്ള, അതായത് എയർപോർട്ടിൽ പോണ വഴിക്ക് അവിടെ നിർത്താൻ വേണ്ടി പറയുന്നു. ഇതിന്ന് 2 ഈ ബോക്സ് എടുത്ത് മറ്റേ വണ്ടിക്ക് കൊടുക്കുന്നു. ആ 2 കാർ വന്ന് നിൽക്കുകയാണ്, 2 കാർ സ്വിഫ്റ്റ് ഇന്നോവയും നിൽക്കുന്നു. ഇവർ ഇത് കൊടുത്ത പാടനെ അവർ പോകുന്നു. പിന്നീട് എറണാകുളത്ത് പാലാരിവട്ടത്ത് പൈപ്പ് ലൈൻ റോഡിൽ വണ്ടി നിർത്തുന്നു. ഇവനെ അതിൻ്റെ അകത്ത് ഇറക്കുന്നു. ഇവൻ മറ്റൊരു ഒരു കാരവനിൽ കയറ്റുന്നു. കാരവൻ കയറ്റി 1 മണിക്കൂറോളം വട്ടം ചുറ്റി വരുന്നു. മടങ്ങി വരുമ്പോൾ ഈ കാറിൽ ആരാ ഉള്ളത്? ഈ പറയുന്ന പൾസർ സുനി അതിജീവിതയുടെ കഴുത്തിൽ കൈയിട്ട് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കാണുന്നത്. തുടർന്നിട്ട് ഇവരെല്ലാവരും ഇറങ്ങുന്നു. ഈ അതിജീവിതയും ഈ പറയുന്ന മാർട്ടിനും കൂടെ ഒരുമിച്ച് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീടാണ് നടന്നത് നേരത്തെ പ്ലാൻ ചെയ്ത ദൃശ്യം സിനിമ മോഡലിലുള്ള ഒരു പ്രവർത്തനം. കാരണം ഡിജിറ്റൽ തെളിവുകൾ, അതേപോലെ ലൊക്കേഷൻ തെളിവുകൾ കൃത്യമായി ഉണ്ടാക്കിയ ശേഷം, അതായത് മാർട്ടിൻ്റെ ഫോൺ പൂർണ്ണമായി ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട ശേഷം മാർട്ടിനെ പെട്ടെന്ന് പോലീസ് വരുന്നു. പെട്ടെന്ന് പോലീസിനോട് പറയുന്നത്, ഞങ്ങൾ ഇതൊന്നും പറഞ്ഞു പോയത് ഉണ്ടായ സംഭവങ്ങളൊന്നും ആരോടും പറയുന്നതെന്ന് ഈ പറയുന്ന അതിജീവിത പറയുന്നു. അതേപോലെ തന്നെ ഈ ലാലും പറയുന്നു. എന്നിട്ട് പോലീസിനെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അവിടെ വരുന്നു. മാർട്ടിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു. പിന്നെ തുടർന്നുണ്ടായുള്ള സംഭവ വികാസങ്ങളാണ് ഇതെല്ലാം തന്നെ. എന്നിട്ട് ഇത് പിന്നീട് കോടതിയിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നു. കോടതിയിൽ അദ്ദേഹം എല്ലാം തന്നെ തുറന്നു പറയുന്നു. 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇതിനെ തുടർന്ന് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ എന്തുകൊണ്ട് ലാലിനെ ചോദ്യം ചെയ്തില്ല മാത്രമല്ല, ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു. എനിക്ക് അത്ഭുതകരമായി തോന്നി. ഇതിനകത്ത് ഈ പറയുന്ന മഞ്ജു വാര്യർ എറണാകുളം ഗ്രൗണ്ടിൽ ഉണ്ടായ WCCയുടെ ഇതിൻ്റെ അതിജീവിതയോടൊപ്പമുള്ള ചടങ്ങിൽ വെച്ചൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതായത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് അതിൽ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നവർക്ക്. അവിടെ മുതൽക്കാണ് ദിലീപിൻ്റെ രംഗപ്രവേശം ചെയ്യുന്നത്. ദിലീപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചാൽ ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ ആരാണ്? മഞ്ജു വാര്യരാണ്. ഇതാരാണ് പറഞ്ഞാൽ അറിയാമോ? മറ്റൊരാളെ വീട്ടിൽ, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ശ്രീകുമാര മേനോൻ മഞ്ജു വാര്യരോട് പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമാണ്, ഇത് പ്രകാരം പറഞ്ഞോളൂ. അങ്ങനെ ശ്രീകുമാര മേനോൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് ഈ ശ്രീകുമാര മേനോൻ്റെ കൂടെ ഇരുന്ന സുഹൃത്താണ്. ശ്രീകുമാരൻ മേനോൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന സംഭവം ആദ്യമായി ഉണ്ടാകുന്നത്. സത്യമാണ്. ഈ ശ്രീകുമാര മേനോനെ മഞ്ജു വാര്യരായിട്ട് അടുത്ത ബന്ധമായിരുന്നു. മഞ്ജു വാര്യരും ശ്രീകുമാര മേനോനും ലാലും ഒക്കെ ചേർന്നുകൊണ്ട് അതിജീവിത അടക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന മാർട്ടിൻ്റെ സംഭാഷണം. നമ്മളിപ്പോൾ അത് പുറത്തു വിടുന്നില്ല, കേട്ട കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ അതിജീവിതൻ്റെ പേര് പറയാൻ പാടില്ലല്ലോ, അതല്ലേ നിയമം. അപ്പോൾ അതുകൊണ്ടാണ് അതിജീവിതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയാത്തത്. നമ്മൾ ഇന്നലെ ചില ചാനലിൽ കണ്ട അതിജീവിത
വീണ്ടും മൃഗീയമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ ശിക്ഷിക്കപ്പെട്ട ശേഷവും പ്രതികളെ ശിക്ഷിക്കപ്പെട്ട ഇത്രയും ക്രൂരമായ ഉണ്ടായിട്ടുള്ള ഇത്രയും ഭീകരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയായ അതിജീവിയെ വീണ്ടും ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് എന്തിന്? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്ത്? മാർട്ടിൻ ഈ അതിജീവിതയെ വീണ്ടും ഭയങ്കര ക്രൂരതയോട് കൂടിയിട്ട് പീഡിപ്പിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഉണ്ടായുള്ള സംഭവങ്ങൾ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു നമ്മൾ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച പോലീസിന് മുന്നിൽ പോയിട്ട് എന്നെപ്പോലുള്ള ഒരാൾക്ക് പ്ലാൻഡായിട്ട് ആസൂത്രണത്തോട് കൂടിയിട്ട് കള്ളക്കേസ് ഉണ്ടാക്കുകയും എനിക്ക് ജാമ്യം നിഷേധിക്കുക പോലും ചെയ്തു. 34 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എൻ്റെ സംബന്ധിച്ചിടത്തോളം. തുടർന്ന് ഞാൻ തിരിച്ച് തെളിവുകളടക്കം കോടതിയിൽ രേഖകൾ കൊടുത്ത് തിരിച്ച് കേസ് കൊടുത്തു. ഇപ്പം ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി ഗവൺമെൻറ് കാലത്ത് ഒന്നും ഇതാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് പൂർണ്ണതയിലെത്തും. ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പൂർണ്ണതയിലെത്തും. അപ്പോൾ ഇവിടെ ഈ കേസ് തീർച്ചയായും ഒരു CBI അന്വേഷണം ആവശ്യമാണ്. അതായത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണ്. ഇതിൽ ലാലിൻ്റെ വണ്ടിയാണ് ഉപയോഗിച്ചത്, കാറാണ് ഉപയോഗിച്ചത്. ലാലിൻ്റെ കാറോ അവരുടെ യൂണിറ്റുള്ള കാറോ ആണ് മാർട്ടിൻ ഉപയോഗിച്ചത്. മാർട്ടിൻ ഒരു ഡ്രൈവർ മാത്രമാണ്. മാർട്ടിൻ അതിൻ്റെ അകത്ത് ശരിക്കും പറയുന്നത് ഒരു ഇരയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ആ അവസാനം വിധി വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞത് അദ്ദേഹം അതിന് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള തെളിവാണ്. അദ്ദേഹം ഭീകരമായി മർദ്ദിക്കപ്പെട്ടു പലതരത്തിൽ, പോലീസിൻ്റെ പല ഭാഗത്തും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. സത്യത്തിൽ അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാർട്ടിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളാണ്. ഈ കേസിൽ ആരുമായിട്ടും ഞാൻ സംസാരിച്ചില്ല. പക്ഷേ ശ്രീകുമാര മേനോൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി അദ്ദേഹം കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ മഞ്ജു വാര്യരോട് വിളിച്ചു പറഞ്ഞ കാര്യം മാത്രമാണ് അറിയുന്ന ഒരാളിൻ്റെ അകത്ത്. എനിക്ക് വേറെ ആരുമായിട്ടും. പക്ഷേ ഇത്തരം അതാണെങ്കിൽ തീർച്ചയായും ഈ വിധി ചമച്ചതാണ്. വെൽ പ്ലാൻഡ് ആയിട്ടൊരു പുന്നേറിക്കുളത്ത് മാർക്സിസ്റ്റുകാരായ ആളുകൾ പ്രതികളായി ജയിലിലടയ്ക്കപ്പെട്ട ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ കേസിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം നിലവിലുണ്ട്. ആർക്കെതിരെയും കള്ളക്കേസ് ഉണ്ടാക്കാൻ പറ്റും. നമ്പി നാരായണനെതിരെ കേസ് ഉണ്ടാക്കിയ ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത് എത്രയോ വർഷങ്ങൾ വേട്ടയാടിയ ചരിത്രമാണുള്ളത്. TP കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ നാടാണ്. അപ്പോൾ അല്ല, ഈ കേസിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു നാട്ടിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അത് ഫ്രെയിം ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആസൂത്രിതമായ നീക്കം നടന്നു ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മുടെ നടൻ ദിലീപിനെ പ്ലാൻ ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നു. ഇവർ തമ്മിലുള്ള പിണക്കത്തിൻ്റെയോ ഈഗോയോ അല്ലെങ്കിൽ ചതിയുടെയോ ഒക്കെ തിരിച്ച് ചതി ചെയ്തായിരിക്കാം. ദിലീപ് എന്തോ അവരോട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചതി ഉണ്ടായിരിക്കാം, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ വാക്കുവ്യത്യാസം ഉണ്ടായിരിക്കാം. അതിന് അതിജീവിതയ്ക്ക് ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടായിരിക്കും. അതിന് തിരിച്ച് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന അരങ്ങേറിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് അന്വേഷണം വിധേയമാക്കണം. CBI ഇങ്ങനെ കേരള പോലീസ് ആയാലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ, ഇപ്പം ശബരിമല കണ്ടില്ലേ, ശബരിമല അന്വേഷിക്കുന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. അതുകൊണ്ടത് ഇത്രയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കാൻ പറ്റിയത്. അതേപോലെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഇതിൻ്റെ അന്വേഷണം വിദഗ്ധരായ എവിടെയും ആരെയും വഴങ്ങാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ കണ്ടിട്ട് ഒരു നിരപരാധിയായ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ നിരപരാധിയായിട്ടാണ് എനിക്ക് മാർട്ടിനെ തോന്നുന്നത്. മാർട്ടിനെ നേരിട്ട് ജയിലിൽ പോയി കണ്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ. എന്നിട്ട് അതിനകത്ത് ഈ രംഗപ്രവേശം ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് നിയമപരമായി മുന്നോട്ട് പോകുന്നതൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ളത്, കവിയൂർ കേസായാലും ലാവ്ലിൻ കേസായാലും ഒക്കെ തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നപ്പോൾ വേറെ ആൾക്കാർ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഇറങ്ങിയതാണ്. അതേപോലെ ഈ കേസിലും നിർബന്ധമായിട്ടും അങ്ങനെ പോകേണ്ടി വരും. നമ്മുടെ മുന്നിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് വന്നോടുകൂടി അതിജീവിതയെ ചിത്രത്തിലില്ലാത്ത ലാലിന്റെ മകൻ ഇവരെയൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ഇതുവരെ അവരെ ചോദ്യം ചെയ്തിട്ടില്ല. അതെല്ലാം ആവശ്യമാണ്. ലാലിന്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ വീണ്ടും തിരിച്ചു വരണം, റീക്യാപ്പ് ചെയ്യണം, എന്നിട്ട് ആദ്യം മുതൽ തുടങ്ങണം. ഇവൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. വാദി പ്രതിയാകും. അങ്ങനെയാണെങ്കിൽ ഇത് ഇവൻ പറയുന്നത് ശരിയാണെങ്കിൽ വാദി പ്രതിയാകും. അതിജീവിതയും മഞ്ജു വാര്യരും നിന്നവരും അതേപോലെ ഈ പറയുന്ന ലാലടക്കം അറസ്റ്റ് ചെയ്യാൻ സാധ്യത ആണെങ്കിൽ, സത്യമാണെങ്കിൽ ഇവരും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലായി. അതുപോലെ ശ്രീകുമാര മേനോനും
ഇതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. ശ്രീകുമാരൻ മേനോൻ പറഞ്ഞിട്ടാണ് മഞ്ജു വാര്യർ ഇത് പറഞ്ഞു എന്നുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ സാക്ഷി പറയാൻ തയ്യാറാണ്. ശ്രീകുമാരൻ മേനോൻ അത് നിഷേധിക്കാൻ തയ്യാറ്. വേറെ കാര്യം, ശ്രീകുമാരൻ മേനോനെ ആദ്യം സാക്ഷിയാക്കാൻ ഇത് വിസ്തരിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിസ്തരിച്ചില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. അങ്ങനെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം തുറന്നു പറയുമായിരുന്നു പല കാര്യങ്ങളും. അല്ല സാർ, ഈ ലാലിനെയും ലാലിന്റെ മകനെയും എന്തുകൊണ്ട് ഇതുവരെ വിസ്താരത്തിൽ പോലും കൊണ്ടുവന്നില്ല? അല്ല, അത് വളരെ ദുരൂഹമായൊരു കാര്യമാണ്. കാരണം അതിനകത്ത് ലാലെന്നെ പറഞ്ഞത്, ഞാനാണ് വിളിച്ചു പറഞ്ഞത്, ഐ വിറ്റ്നസ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കാറാണ്, അദ്ദേഹത്തിന്റെ കാറിലല്ലേ മാർട്ടിൻ സഞ്ചരിച്ചത്. അതുപോലെ സാർ, ഈ ദൃശ്യം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ദൃശ്യം അതിനകത്ത് നടന്നിട്ടേ ഇല്ല, ഷൂട്ടിംഗ് നടന്നിട്ടേ ഇല്ല. അവൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, വേറെ എവിടെയോ ചിത്രീകരിച്ച സംഭവമാണ്. പിന്നെ ഈ പറയുന്ന ഡ്രൈവറെ മാർട്ടിനെ മാറ്റി നിർത്തി കുറച്ച് സമയം വണ്ടി ഓടിച്ചത് സുനിയാണ്. അല്ല, പിന്നീട് കാണുന്നത് സുനിയുടെ കൂടിയാണ് അതിജീവിതയെ കാണുന്നത്, അടുത്തിരിക്കുന്നത് കാണുന്നത്. ഈ വീഡിയോയിൽ അതാ പറയുന്നത്. ഏതായാലും എന്തോ ഒരു പൂർണ്ണമായ ഇൻവോൾവ്മെന്റ് മാർട്ടിൻ ഇല്ല എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ്. അല്ല, ഇത് ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന, അതിനനുസരിച്ചുള്ള ഒരു കള്ളക്കഥയുമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയില്ല. കേട്ടറിവ് വെച്ചിട്ട് എൻ്റെ ഇത്രയും കാലത്തെ ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം നടത്തിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ മാർട്ടിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എവിടെ ഒരു കൃത്രിമമായ ഒരു കാര്യം ഞാൻ കാണുന്നില്ല. കൃത്യമായി അനുഭവസ്ഥനായ ഒരാൾ നടന്ന സംഭവങ്ങൾ പറയുന്നതായിട്ടാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരിട്ട് അറിയുന്ന കാര്യം, ശ്രീകുമാരൻ മേനോനാണ് മഞ്ജു വാര്യരെ കൊണ്ട് ഈ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞത്, വിളിച്ചു പറയിപ്പിച്ചത് എന്നാണ് തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വീട്ടിൽ വെച്ചിട്ട് ശ്രീകുമാരൻ മേനോൻ ഫോണിലൂടെ മഞ്ജു വാര്യരെ വിളിച്ചു പറഞ്ഞിട്ടാണ് അന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയാൻ കാരണം. എന്നിട്ട് ആ ശ്രീകുമാരൻ മേനോൻ അന്ന് ഉറപ്പ് കൊടുത്തെന്താണ്, മുഖ്യമന്ത്രിയായിട്ട് ഞാൻ നല്ല ബന്ധമാണ്, മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ അത് അന്വേഷണം നടത്തിച്ചോളാം എന്ന് മഞ്ജു വാര്യർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ അന്ന് അടുപ്പമായിരുന്നു. ദിലീപിനെ എങ്ങനെ തെറ്റിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നൊരു കാലഘട്ടമായിരുന്നു ദിലീപ് ഈ ശ്രീകുമാരൻ മേനോൻ. പിന്നീട് അവർ തമ്മിൽ തെറ്റി ശ്രീകുമാരൻ മേനോനെതിരെ കേസ് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തു. അത് വേറെ പ്രശ്നം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം കുറച്ചുകൂടെ. ഈ കേസ് വളരെ സങ്കീർണമാകാൻ പോകുന്നത്. ഒരു വിധി വന്നതുകൊണ്ട് ഫൈനലല്ല എന്നുകൂടി മനസ്സിലായി. ഇപ്പം പറയുന്നത് ദിലീപിനെ കൊടുക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, എന്തുകൊണ്ട് അപ്പീൽ കൊടുക്കണം, അതാവട്ടെ. പക്ഷേ തെളിവുകൾ ഇതല്ല സത്യം, ഇത് ഫാബ്രിക്കേറ്റ് കെട്ടിച്ചമച്ച ഉണ്ടാക്കിയെടുത്ത തെളിവുകളാണ് ഇപ്പോൾ ഉള്ളത്. പകരം ഈ മാർട്ടിൻ്റെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്നാലേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി. ചില വാദികൾ അങ്ങനെയാണെങ്കിൽ വാദി പ്രതിയാകും എന്നുള്ളതിൽ സംശയമില്ല.